വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ബി.ജെ.പി. നടത്തുന്ന പ്രതിരോധം കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള ജോലിയായി മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തുറന്നടിച്ചു. ഇത് വെറും ആരോപണമല്ലെന്നും ഹരിയാന, ബംഗളൂരു അടക്കം പലയിടത്തും 25 ലക്ഷം വരെ വ്യാജ വോട്ടർമാരുണ്ടെന്ന കൃത്യമായ പഠനത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും വലിയ ക്രമക്കേട് കണ്ട് മിണ്ടാതിരിക്കാനാകില്ല, ഭയപ്പെട്ടിരിക്കുകയല്ല, മറിച്ച് ധൈര്യത്തോടുകൂടി ഞങ്ങൾ തുറന്നു പറയും. ഈ വിഷയത്തിൽ അവസാനം കണ്ടെത്തുന്നതുവരെയുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്ര ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ കണ്ണടയ്ക്കുന്നതിനെതിരെയും അദ്ദേഹം വിമർശനമുയർത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്ത വേണുഗോപാൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന സത്യമായ കാര്യങ്ങളെ നിഷേധിക്കാൻ വേണ്ടി ഏതെങ്കിലും 1-2 പേരെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് കമ്മീഷൻ ചെയ്യുന്നതെന്നും ആരോപിച്ചു. ഇത് ചില റാൻഡം കേസുകളല്ല, മറിച്ച് പലയിടങ്ങളിലും നടന്ന ആസൂത്രിത ക്രമക്കേടുകളാണ്. നിയമപരമായ പോരാട്ടങ്ങൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിൽ ഹരിയാനയിൽ മാത്രം 19 തെരഞ്ഞെടുപ്പ് പെറ്റീഷനുകൾ കോടതിയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിന്റെ ജീവവായുവാണ് തെരഞ്ഞെടുപ്പുകൾ എന്നും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ല എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുകയാണ് കമ്മീഷൻ ചെയ്യേണ്ടതെന്നും അല്ലാതെ ചോദ്യം ഉന്നയിക്കുന്നവരെ മോശക്കാരാക്കുകയല്ല വേണ്ടതെന്നും കെ.സി. വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. പക്ഷെ ഞങ്ങൾ വോട്ടർമാർക്ക് കൃത്യമായ ഒരു അലർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹരിയാനയിൽ ഇതാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു അലർട്ട് കൊടുക്കുക. പക്ഷേ മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന സാഹചര്യങ്ങൾ വെച്ച് ഇത്തരം വലിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടും അതൊക്കെ കണ്ണടക്കുക, അതൊക്കെ മിണ്ടാതിരിക്കുക, ശബ്ദിക്കാതിരിക്കുക, ഭയപ്പെട്ടിരിക്കുക, ഇതാണോ ചെയ്യേണ്ടത്? ധൈര്യത്തോടുകൂടി നമ്മൾ തുറന്നു പറയും. ഹരിയാനയിലെമ്പാടും ഞങ്ങൾ ഇത് വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഇന്ത്യയിലൊട്ടാകെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം കോൺഗ്രസ് ഇതിനെതിരായിട്ടുള്ള വോട്ട് ചോരി സിഗ്നേച്ചർ 5 കോടി ഒപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ 8-ാം തീയതി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും. രാഹുൽ ഗാന്ധി ഉന്നയിച്ച അവർ വ്യാജ വോട്ടർമാരല്ല, പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റിൽ എനിക്ക് അതിപ്പോൾ ഒന്ന് രണ്ട് സംരംഭങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. അതിൽ തന്നെ നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഇന്നലെ ഉച്ചക്കാലം പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ അന്വേഷണാത്മകമായ പത്രറിപ്പോർട്ടുമായിട്ട് 1-2 പേർ ഇറങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് സഹായം വേണമെങ്കിൽ എപ്പം ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ആളുകൾ, ഞങ്ങളതിനെയൊക്കെ വെല്ലുവിളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന്. ഞങ്ങൾ പറഞ്ഞത് കൃത്യമായ, ആരും പറഞ്ഞിട്ടില്ല ഇത് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷനെ വെള്ളപൂശാൻ ഇറങ്ങി. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിയല്ല. ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം, ഇന്നലെ ആർക്കറിയാം വോട്ടർമാരാണെന്ന്? വോട്ടർ പട്ടികയിൽ അവരുടെ ഫോട്ടോ അല്ലല്ലോ ഉള്ളത്. ആരാ ഐഡൻറ്റിഫൈ ചെയ്തത്? വോട്ടർ പട്ടികയിലെ ഫോട്ടോ അവരുടെ ഫോട്ടോ ആണോ? അപ്പോൾ ആരാ ഐഡൻറ്റിഫൈ ചെയ്തത്? അപ്പോൾ ഇത് ഞങ്ങൾ ഉന്നയിച്ചത് 25 ലക്ഷം വോട്ടർമാരുടെ ബോഗസ് വോട്ടേഴ്സിൻ്റെതാണ്. 2-3 പേര് എവിടെയെങ്കിലും ഇവിടെയൊക്കെ അണിനിരത്തിയിട്ട് ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്, അത് ബി.ജെ.പിക്ക് വേണ്ടിയുള്ള പണിയാണെങ്കിൽ ഓക്കെ ചെയ്തോട്ടെ. പക്ഷേ ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകും. അവസാനം വരെ ഇതിന് ഒരു അവസാനം കണ്ടെത്തുന്നവരെയുള്ള പോരാട്ടമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കൃത്യമായിട്ട് ഞങ്ങൾ റിസർച്ച് നടത്തിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. വോട്ടർ പട്ടിക ശുദ്ധമാണെന്ന് ഇവരാരും പറയുന്നില്ലല്ലോ, ഉണ്ടോ? ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു തമാശ കൂടി ഞാൻ കേട്ടു. അതായത് ഇതിൽ കുറച്ച് പേര് കോൺഗ്രസിനും കൂടെ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? അതിന് മുമ്പത്തെ ചോദ്യം എന്താണ്? കോൺഗ്രസിൻ്റെ BLA-മാർ എന്ത് ചെയ്യുന്നു? അപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ് ഈ കള്ള വോട്ടെങ്കിൽ ബി.ജെ.പി. BLA-മാർ എന്ത് ചെയ്തു? ആ ചോദ്യം ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് വെച്ചോ, കോൺഗ്രസും വേണ്ട ബി.ജെ.പിയും വേണ്ട, അവർക്ക് BLA ഉണ്ടാവുമോ? അവർക്ക് വേണ്ടി ആരാ ജോലി ചെയ്യുക? ഈ നാട്ടിൽ ആർക്കും മത്സരിക്കാമല്ലോ ഇലക്ഷനിൽ, രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ലല്ലോ, സ്വതന്ത്ര MLA-മാരായിട്ടുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ അവർക്ക് വേണ്ടി ആരാ ജോലി ചെയ്യുക? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലി ചെയ്യാതെ ഇതിനെല്ലാം കൂട്ടുനിന്നിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ ചില റാൻഡം 1-2 കേസുകൾ എടുത്ത് പറഞ്ഞത്, ഇതിപ്പം അലന്തലും ചെയ്തിരുന്നു, ഇത് ബാംഗ്ലൂരിലും ചെയ്തു, മഹാദേവപുരത്തും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയ ഉടനെ ചില കാര്യങ്ങളുമായിട്ട് കണ്ടുവരിക. ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും വലിയ ജോലി എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന സത്യമായ കാര്യങ്ങളെ നിഷേധിക്കാൻ വേണ്ടി ഏതെങ്കിലും 1-2 പേരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യകരമാണ് അതിനകത്ത് മാധ്യമങ്ങൾ കൂടെ പെടുന്നുള്ളത്. നിങ്ങൾ ഇന്നലെ കണ്ടതാണ്. SIR നടത്തുന്നവരെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? നിഷ്പക്ഷവും നീതിപൂർവമായിട്ടുള്ള എല്ലാ വോട്ടുകളും ശരിയായ ജെന്യൂൻ വോട്ടുകളെന്ന് ഉറപ്പുവരുത്താണ്. ഞങ്ങളുടെ ബീഹാർ അനുഭവത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഇന്നലെ കാണിച്ചതാണ്, അവർ രേഖാമൂലം പറഞ്ഞതാണ്, മുൻപിൽ എല്ലാവരുടെയും മുന്നിൽ വന്ന് പ്രദർശിച്ചാണ്. പല ആളുകളുടെയും ഇന്ന് ഞാൻ കണ്ടു പല മാധ്യമങ്ങളും ഇങ്ങനെ പറയുന്ന പല മാധ്യമങ്ങളുടെ ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ തന്നെ എഴുതിക്കൊണ്ടു നേരിട്ട് അവരോട് കണ്ടുപോയി വോട്ട് നിഷേധിപ്പിച്ചപ്പെട്ടതായിട്ട്.
ഇത് യാഥാർത്ഥ്യമായ കാര്യമാണ്. SIR എന്ന് പറഞ്ഞത് ടാർഗറ്റഡ് ഡിലീഷൻ. എൻ്റെ ചോദ്യം അതല്ലെന്നേ. ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ചെവിക്കൊള്ളുന്നില്ല? ഇലക്ഷൻ കമ്മീഷൻ ആരെയാണ് കേൾക്കുന്നത്? അപ്പോൾ സാധാരണ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൂടി ചേർന്നിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോംസും കണ്ടീഷനൊക്കെ ഉണ്ടാക്കാറുള്ളത്. അതാണ് ഇന്ത്യയിലെ അനുഭവങ്ങൾ. ഇത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കള്ളം പറയുകയാണെന്നാണോ പറയുന്നത് അദ്ദേഹം? രാഷ്ട്രീയ പാർട്ടികളെല്ലാം മോശം പറയുകയാണ്. ഗോപാലകൃഷ്ണന്റെ വീഡിയോ വ്യാജമാണെന്ന് കിരൺ അതിപ്പോൾ നിങ്ങൾക്ക് മലയാളം മീഡിയയ്ക്ക് അറിയാമല്ലോ, നിങ്ങളെല്ലാം എടുത്തു കൊടുത്ത്. അത് ഞങ്ങൾക്കല്ല ഉത്തരവാദിത്വം. അത് കേരളത്തിലെ മീഡിയയാണ് ഗോപാലകൃഷ്ണൻ്റെ വീഡിയോ എടുത്തു കൊടുത്ത്. അത് വ്യാജമാണോ എന്ന് നിങ്ങൾ തന്നെ പറയട്ടെ. ഗോപാലകൃഷ്ണന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സഹതാപം എന്നാണ് പറയുന്നത്. അത് ഞാൻ മറുപടി പറയുന്നില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ കേന്ദ്രമന്ത്രിമാരടക്കം പറയുന്നത് നിയമപോരാട്ടത്തിലേക്ക് പോകും, അങ്ങനെ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുന്നൊക്കെയാണ്. കോടതിയിൽ 19 കേസ് ഹരിയാനയിൽ ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ നിയമസഭാ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? 19 കേസ് ഇപ്പോൾ കോടതികൾക്കകത്തുണ്ട്. 19 കേസുകൾ ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ട് ഹരിയാനയിൽ. ആരും പരാതിയില്ലാതെ കൊണ്ട് എന്നാലും അദ്ദേഹം തന്നെ പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ തന്നെ നിഗമനം കണ്ടു. 19 ഇലക്ഷൻ പെറ്റീഷൻ നടക്കുകയാണ്. ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ്. പക്ഷേ ഇത്തരം തെളിവുകൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 6 മാസം കഴിയും. 6 മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കെല്ലാം അറിയുന്നല്ലേ അത്? എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭയിൽ ഞങ്ങൾക്ക് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റാഞ്ഞത്? ഞങ്ങൾ കണ്ടുപിടിച്ച് വന്നപ്പോൾ ഡബിൾ വോട്ട് ട്രിപ്പിൾ വോട്ട് കണ്ടുപിടിച്ച് വന്നപ്പോൾ 6 മാസം കഴിഞ്ഞു പോയി, ഫയൽ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അതിന് വഴികൾ കണ്ടെത്തുകയാണ്. ഇനി എങ്ങനെ നിയമപരമായ പോരാട്ടം ഇത്തരം കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത്? പക്ഷേ ഇതൊക്കെ സുപ്രീം കോടതിയും കാണുന്നുണ്ടല്ലോ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. തിരഞ്ഞെടുപ്പ് രീതി നമ്മുടെ നാട്ടിലെ ജീവവായുവാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണ് തിരഞ്ഞെടുപ്പുകൾ. ഈ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചൊരു ചോദ്യം ചെയ്യലുണ്ടായാൽ അങ്ങനെയല്ല അത് എന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള നീതിപൂർവമായ അന്വേഷണം നടത്തി തെളിയിക്കുകയല്ലേ അഭികാമ്യം? ചോദ്യം ഉന്നയിക്കുന്നവരെ വെല്ലുവിളിച്ച് മോശക്കാരാക്കുന്നതിന് പകരം ഈ ചോദ്യം ഉന്നയിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ച് യഥാർത്ഥ വസ്തുത രാജ്യത്തിന് മുമ്പ് സമർപ്പിക്കുകയല്ലേ? അതിന് അവർക്ക് കുറ്റമൊന്നും ചെയ്തിട്ടില്ല ബോധ്യമാണെങ്കിൽ അതിനെന്തിനാണ് അവർ മടിക്കുന്നത്? അവരതിന് പകരം CCTV ബ്ലോക്ക് ചെയ്യുന്നു. അതിനവരം അവരെ മെഷീൻ ലിസ്റ്റ് വോട്ടർ ലിസ്റ്റ് കൊടുക്കുന്നത് ഇല്ലാതാക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടും ചോദിക്കുന്നതിനെതിരായിട്ട് പറയുന്നു. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഇത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം ചോദിക്കേണ്ട ചോദ്യമാണിത്. ഈ രാജ്യത്ത് നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഉള്ളത്? അപ്പോൾ അത് എനിക്ക് സന്തോഷമുണ്ട്. ഇത്തരം ചിന്തകളുള്ള മീഡിയകൾ ഇത് വളരെ സജീവമായിട്ട് എടുക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് പ്ലാന്റഡ് സ്റ്റോറിയുമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അവർക്ക് അത് രക്ഷ പോലെ ചെയ്യട്ടെ. മറ്റൊരു കാര്യം, ശശി തരൂർ കഴിഞ്ഞ ദിവസം പാർട്ടിക്കുള്ളിലെ പരോക്ഷമായിട്ട് ആരോപണത്തിന് വിധേയമാക്കുന്നതല്ലേ, എന്താ അങ്ങനെ? അല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായാലും രാജ്യത്തിന് പറയാം, ഈ നാടിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും. അവർ കേവലം കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതപിക്കാനേ കഴിയുള്ളൂ. കാരണം അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച് തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞ് ജയിലിലും കാരാഗ്രഹത്തിലും കടന്ന് സ്വാതന്ത്ര്യ സമരം നയിച്ചു വന്നവരാണ്. ഇന്ദിരാഗാന്ധിയും അതുപോലെ ആയിരുന്നു. അവരൊക്കെ പ്രൂവ് ചെയ്ത് തെരഞ്ഞെടുപ്പ് രംഗത്തും പിന്നെ മാത്രമല്ല ഇന്ത്യയിലെ ജനകോടികളുടെ അംഗീകാരം നേടിയിട്ട് വരുന്നവരാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കുടുംബാധിപത്യമാണെന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതീകരിക്കപ്പെടുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കണം, അദ്ദേഹം വിശദീകരിക്കട്ടെ. അല്ല, അതിപ്പം ഊഹാഭവങ്ങൾക്ക് ഞാൻ എന്തിനാണ് മറുപടി പറയുന്നത്? എന്തായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലൊരു കേസ് ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണസമിതിക്കൊന്നും ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.